കൊച്ചി ലഹരിവേട്ട കേസിൽ മുഖ്യകണ്ണി ഷാജി ഫെർണാണ്ടസിനെ ചോദ്യം ചെയ്ത് കസ്റ്റംസ്. ക്രൂയിസിലെ പാർട്ടിക്ക് ശേഷം പഞ്ചനക്ഷത്ര ഹോട്ടലിലെത്തിയത് ആഫ്റ്റർ പാർട്ടിക്കെന്ന് ഷാജി ഫെർണാണ്ടസ് വെളിപ്പെടുത്തി. ലഹരി ഇടപാടുകളിൽ നിയുക്ത പരിശോധനകൾക്ക് ഒരുങ്ങുകയാണ് കസ്റ്റംസും പോലീസും. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ലഹരി പാർട്ടിക്കിടെ മാരക ലഹരികളുമായി 8 പേർ പിടിയിലായ കേസിലാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും അന്വേഷണം ശക്തമാക്കിയിട്ടുള്ളത്. കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ മുഖ്യകണ്ണി ഷാജി ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് കസ്റ്റംസ് ചോദ്യം ചെയ്തത്. ഹൈബ്രിഡ് കഞ്ചാവ്, മെത്താഫെറ്റമിൻ, കൊക്കൈൻ എന്നിവയായിരുന്നു പിടികൂടിയത്. ഓരോരുത്തരും ഉപയോഗിക്കുന്നതിനായി കരുതിയിരുന്ന ചെറിയ അളവുകളിലുള്ള ലഹരി വസ്തുക്കൾ ആയതിനാലാണ് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചത്. എന്നാൽ വലിയ അളവിൽ മൊത്തമായി ലഹരി പാർട്ടികളിലേക്ക് മാരക ലഹരികൾ എത്തിച്ച സംഘങ്ങളിലേക്കാണ് കസ്റ്റംസ് അന്വേഷണവും നീളുന്നത്. വിദേശത്ത് നിന്നാണ് ലഹരി പാർട്ടികളിലേക്ക് മെത്താഫെറ്റമിനും കൊക്കൈനും എത്തിയതെന്നാണ് വിവരം. ഷാജി ഫെർണാണ്ടസ് എന്ന ഷോണിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ക്രൂയിസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പാർട്ടിക്ക് ശേഷം ആഫ്റ്റർ പാർട്ടിക്കായാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒത്തുചേർന്നതെന്നാണ് ഷോണിന്റെ മൊഴി. ഡോക്ടറും അഭിഭാഷകനും ഇവന്റ് മാനേജ്മെന്റ് ഉടമയും അടക്കമുള്ളവർ ലഹരി സംഘത്തിലുണ്ടായിരുന്നു. ക്രൂയിസ് പാർട്ടികളിൽ കസ്റ്റംസും പോലീസും എക്സൈസും എല്ലാം ചേർന്ന സംയുക്ത പരിശോധനകൾ ഇനിയുമുണ്ടാകും. NCBയും പ്രതികളെ ചോദ്യം ചെയ്യും. ജനം, കൊച്ചി.